രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. ചില വാതിലുകൾ അടയുമ്പോൾ മറ്റു ചില വാതിലുകൾ തുറക്കും. പറഞ്ഞു വരുന്നത് കെ മുരളീധരനെ കുറിച്ച് തന്നെ. പിണങ്ങി നിൽക്കുന്ന കെ മുരളീധരനെ കാണാൻ KPCC പ്രസിഡന്റ് കെ സുധാകരൻ അല്പസമയത്തിനകം കോഴിക്കോട്ടെ വീട്ടിലെത്തും. കൂടിക്കാഴ്ചയിൽ കെ സുധാകരൻ മുരളീധരന് മുന്നിൽ വെക്കാൻ വേണ്ടി പോകുന്ന പരിഹാരമാർഗം എന്തൊക്കെയായിരിക്കും? അതിൽ ഒന്ന്, വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകാം. രണ്ടാമത്, KPCC പ്രസിഡന്റ് പദവിയും ഉണ്ടായേക്കാം. അപ്പോൾ അതുമാത്രം മതിയോ? തൃശ്ശൂരിൽ വീഴ്ച വരുത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ നടപടി വേണ്ടേ? അങ്ങനെയെങ്കിൽ അതുകൂടി ഒരുപക്ഷെ സുധാകരന് മുന്നിൽ മുരളീധരൻ വെച്ചേക്കാം. മുരളീധരൻ പറയുന്നത് തൽക്കാലം സുധാകരന് കേട്ടേ മതിയാകൂ. കാരണം KPCC പറഞ്ഞിട്ടാണ് വടകരയിൽ നിന്ന് മുരളീധരനെ തൃശ്ശൂരിലേക്ക് പറിച്ചു നട്ടത്. ഇക്കാര്യത്തിലെല്ലാം ലീഗിൻ്റെ ഫുൾ പിന്തുണയുണ്ട് മുരളീധരന്. കുഞ്ഞാലിക്കുട്ടി പറയുന്നത് കേട്ടില്ലേ, കെ മുരളീധരന് ഏത് കുപ്പായവും ചേരുമെന്ന്. മുരളീധരൻ കരുണാകരൻ്റെ മകൻ എങ്ങോട്ടും വിറ്റാണ്. പിന്നെ തൃശ്ശൂർ ഒരു തോൽവിയുണ്ട് വന്നു എന്ന് വിചാരിച്ചത് വലിയ ഒരു സംഭവമൊന്നുമല്ല. പക്ഷെ അത് അവർ പരിശോധിക്കേണ്ട കാര്യമാണ്. വയനാട്ടിലെ സീറ്റ് അങ്ങനെ അങ്ങ് പ്രഖ്യാപിക്കാനാകില്ല കെ സുധാകരന്. അത് AICCയുടെ പരിഗണനയിലാണ്. കാരണം അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും എന്നൊരു സൂചന ഇപ്പോൾ തന്നെ പരന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ചെന്നിത്തല പറഞ്ഞത് വളരെ പ്രസക്തമാണ്. അതിൽ തീരുമാനമെടുക്കാൻ പെട്ടെന്നാവില്ല. രാഹുൽ ഗാന്ധി ആണല്ലോ ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം റായ്ബറേലിയിൽ നിന്ന് തെരഞ്ഞെടുത്തു. ഏത് സീറ്റ് നിലനിർത്തണം എന്നുള്ളത് അദ്ദേഹവും പാർട്ടിയും ചേർന്ന് തീരുമാനിക്കും. എന്നിട്ടേ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഉയർന്നൊരു സംശയം, ഈ കെ മുരളീധരൻ കെ സുധാകരൻ കൂടിക്കാഴ്ചയുടെ ഫലം എന്താണ് എന്നല്ലേ? തൽക്കാലം ഒരു പ്രഖ്യാപനവും ഉണ്ടാകാനിടയില്ല. അതെല്ലാം കമ്മിറ്റി ചേർന്ന് ആലോചിച്ച് തീരുമാനിക്കും. പകരം കെ മുരളീധരൻ്റെ മനസ്സിനേറ്റ മുറിവിൽ അല്പം ആശ്വാസം പകരുക, പിണങ്ങി നിൽക്കുന്ന മുരളീധരനെ അനുനയിപ്പിക്കുക, അതുമാത്രമാകും കാര്യം.